സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള വൈറസ് രോഗം നമ്മൾ പഠിക്കുന്നുണ്ട്. അത് എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് എന്നിവയാണ്. അതുപോലെ സെക്ഷലി ട്രാൻസ്മിറ്റ് ആകുന്ന ഒരു ഫംഗസ് രോഗമാണ് എന്ന് പറയുന്നത് കാൻഡിഡിയാസിസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ചോദ്യം വരാൻ പോകുന്നത് ഈ ക്രയോ പ്രിസർവേഷൻ ആയിരിക്കും കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മനുഷ്യനിർമ്മിത പോളിമർ ആണെങ്കിൽ പോളിത്തീൻ, നൈലോൺ, ബേക്കലൈറ്റ്, PVC, കൃത്രിമ റബ്ബർ. സിസ്റ്റമിക് പരിഗണന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച്, ഇവിടെ വരുന്ന ഇടത്തെ വെൻട്രിക്കിളാണ്, ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ചിട്ട് മഹാധമനി വഴി. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. നിങ്ങൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് മത്സര പരീക്ഷയാണെന്നും മത്സര പരീക്ഷയിൽ ബാക്കിയുള്ളവർ എഴുതാത്ത വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് നമ്മൾ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ എന്ന് പറയും, അത് അറ്റൻഡ് ചെയ്യുന്നവർ മാത്രമായിരിക്കും റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് വരികയും ജോലി വാങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വന്നു എന്ന് പോലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നമുക്കിപ്പം ഇത് പറയുകയാണെങ്കിൽ ജോഗ്രഫി, അതുപോലെ തന്നെ എക്കണോമിക്സ് 10th ഫിലിംസിന് ചോദിച്ച ചോദ്യങ്ങൾ, അതൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതായത് നിങ്ങൾ അതിൻ്റെ സോഴ്സ് അറിയാത്ത നിങ്ങളെ കുഴപ്പം കൊണ്ടാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ സയൻസ് ഒക്കെ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, സയൻസ് ഒക്കെ ഇത് എവിടെ നിന്നാണ് ചോദിക്കുന്നതെന്ന്. സയൻസ് ഒക്കെ ചോദിച്ചിരിക്കുന്നത് പൂർണ്ണമായും പുതിയ SCRT തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായ? 10th ഫിലിംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 10th ക്ലാസ് വരെയുള്ള SCRT പോർഷൻസ് മസ്റ്റായിട്ട് എന്ത് ചെയ്തിരിക്കണം, നോക്കിയിരിക്കണം. ഇപ്പൊ പലരും ചിന്തിക്കുന്നത് കമ്പനി ബോർഡ് LGS 7th ക്ലാസ് പരീക്ഷയല്ലേ, 7th ക്ലാസ് വരെ നോക്കിയാൽ പോരെയും ചിന്തിക്കും. പോരാ. 10th ഫിലിംസ് എന്ന് പറയുമ്പോൾ 10th ക്ലാസ് വരെ നോക്കണം എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പം പ്ലസ് 1 പ്ലസ് 2 കൂടെ നോക്കേണ്ട സാഹചര്യത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ജോഗ്രഫി ഒക്കെ ചോദിച്ചിരിക്കുന്നത് പ്ലസ് 1 പ്ലസ് 2 എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കി വേണം നിങ്ങൾ പഠിക്കാൻ, നല്ലൊരു റാങ്കും ജോലിയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ, നമ്മുടെ സയൻസിൽ നിന്ന് വന്ന റെയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ, അപ്പോൾ അതിൻ്റെ സോഴ്സും അതുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ പഠിക്കണം എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ഒരുപാട് പേര് ബുദ്ധിമുട്ടിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകളെ പറയുന്ന പേരെന്തെന്നാണ്. രോഗങ്ങളെ പറ്റി പഠിക്കാനായിട്ട് ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകളാണ് ഓർഗനോയിഡ്, അല്ലേ? ഓർഗനോയിഡ്. അപ്പൊ നമുക്ക് ആ പോയിന്റ് ഇവിടെ കാണാൻ പറ്റും. ഇത് 10th ക്ലാസ് SCRT ബയോളജിയാണ്. ഓർഗനോയിഡുകൾ എന്നത് ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ളതുമായ ടിഷ്യൂ മാതൃകകളാണ്. ഓക്കെ, രോഗങ്ങളെ പറ്റി പഠിക്കാനും പുതിയ മരുന്നുകൾ പരീക്ഷിക്കാനും പുനരുൽപാദന ചികിത്സകൾ വികസിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. അപ്പം ഈ ഒരു പോർഷൻ നിങ്ങൾ വായിച്ചിരിക്കുക. ഒരിക്കൽ ചോദ്യം വന്നത് കൊണ്ട് വീണ്ടും വരും. ഉദാഹരണത്തിന് ലൈക്കേണ്ട ചോദ്യം ഉണ്ടല്ലോ, ലൈക്കേണ്ട ചോദ്യം ഓൾറെഡി വന്ന ചോദ്യമാണ് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വന്നത്. സോ അതുപോലെ ഈ ചോദ്യവും നിങ്ങൾക്ക് വീണ്ടും ചോദിക്കും. അപ്പോൾ ഇത് പഠിച്ചിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യും, മാർക്ക് സ്കോർ ചെയ്യും. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചോദ്യം ഇതാണ്. മിനറൽ വാട്ടർ ബോട്ടിലുകളിലും ചിലതരം സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലുകളിലും സാധാരണ ഉപയോഗിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് ആണ് PETE അഥവാ PET, പോളി എഥിലീൻ ടെറിത്താലേറ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇത്തരം പ്ലാസ്റ്റിക്കുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പുനഃചംക്രമണ ചിഹ്നം ഏതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ആ പോർഷൻ ഒന്ന് നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ പദാർത്ഥ സ്വഭാവം എന്ന് പറയുന്ന കെമിസ്ട്രിയിലെ 9th ക്ലാസ് ചാപ്റ്ററിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത് കേട്ടോ. ഓക്കെ, നമുക്കിവിടെ കാണാൻ കഴിയും PET, അതായത് നമ്പർ 1 വരുന്നതാണ് PET, പോളി എഥിലീൻ ടെറിത്താലേറ്റ്. ഓക്കെ, അടുത്ത നമ്പർ 2 വരുന്നത് HDPE ആണ് കേട്ടോ, ഹൈ ഡെൻസിറ്റി പോളി എഥിലീൻ കേട്ടോ, ഹൈ ഡെൻസിറ്റി പോളി എഥിലീൻ, സാന്ദ്രത കൂടിയ പോളി എഥിലീൻ. അടുത്ത നമ്പർ 3 വരുന്നത് PVC ആണ്, പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. ഓക്കെ, നമ്പർ 4 വരുന്നത് ലോ ഡെൻസിറ്റി പോളി എഥിലീൻ ആണ്, ലോ ഡെൻസിറ്റി പോളി എഥിലീൻ ആണ് നമ്പർ 4 വന്നിരിക്കുന്നത്. അടുത്ത നമ്പർ 5 വന്നിരിക്കുന്നത് PP ആണ്, പോളി പ്രൊപ്പലീൻ ആണ് വന്നിരിക്കുന്നത്. അടുത്ത 6 വന്നിരിക്കുന്നത് PS ആണ്, പോളിസ്റ്റെറീൻ. അതുപോലെ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവ അല്ലെങ്കിൽ ഒതേഴ്സ് ആണ്, അല്ലേ? ശരി, അപ്പം നിങ്ങൾ ഇത് ഓർത്തിരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ അപ്പൊ ഈ ചോദ്യം വന്നിരിക്കുന്ന സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കുക. അതായത് ഈ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇതേ മാതൃകയിലുള്ള മറ്റു ചോദ്യങ്ങൾ വീണ്ടും എന്ത് ചെയ്യും, ആവർത്തിക്കും എന്നതാണ്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? നമുക്ക് പോളി എഥിലീൻ ടെറിത്തലാറ്റ്, അത് ഏതിലാണ് വരുന്നത്? ഓപ്ഷൻ A വരുന്നത്, അല്ലേ? ഓക്കെ, ഇതായിരുന്നു ആൻസർ. ഓക്കെ, സെപ്റ്റംബർ 19 മുതലാണ് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫൈനൽ റിവിഷൻ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഏരിയാസ്, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏരിയാസ്, അപ്പോൾ അതൊക്കെ കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ബാച്ച് ആവശ്യമാണെങ്കിൽ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജൂലൈ 22 മുതൽ നമ്മുടെ ആപ്ലിക്കേഷനിലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ക്ലാസ്സിലും ലൈവ് ക്ലാസ്സുകളാണ്. ടോട്ടൽ ഫീസ് വരുന്നത് 799 ആണ്. അപ്പോൾ ഇതിൽ ഞാൻ ഈ പറഞ്ഞ ഏരിയാസ് മാത്രമേ കവർ ചെയ്യുള്ളൂ എന്നിട്ട് അല്ല, നിങ്ങൾക്ക് സിലബസിലുള്ള മുഴുവൻ ഏരിയാസ് നിങ്ങൾക്ക് കവർ ചെയ്യും. ഓക്കെ,
പക്ഷേ ഈ പറഞ്ഞ റാങ്ക് മേക്കിംഗ് ഏരിയാസ് അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, അതിപ്പോൾ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫയേഴ്സ് എല്ലാത്തിൻ്റെയും സ്പെഷ്യൽ ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കോഴ്സിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ബുധനാഴ്ച മുതലാണ്, അതായത് ജൂലൈ 22 മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത താഴെ കൊടുത്തിരിക്കുന്നവയിൽ റിംഗ് വേമിനും കാൻഡിഡിയാസിസിനും പൊതുവായുള്ള സവിശേഷത ഏതാണ് ചോദ്യം. റിംഗ് വേമിനും കാൻഡിഡിയാസിസിനും പൊതുവായുള്ള സവിശേഷത. ഓക്കെ, രോഗങ്ങളെ കുറിച്ച് പറയുന്ന SCERT പോർഷനിലാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കിട്ടുന്നത്. ഫംഗസ് രോഗങ്ങൾ, ബാക്ടീരിയ രോഗങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ വൈറസ് രോഗങ്ങൾ, പ്രോട്ടോസോവ രോഗങ്ങൾ, അതൊരു വലിയ ഏരിയയാണ്. അപ്പോൾ നമുക്ക് സാധാരണ വൈറസ് രോഗങ്ങളും ബാക്ടീരിയ രോഗങ്ങളും ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്നിപ്പോൾ എന്ത് ചെയ്തു, ഫംഗസ് രോഗങ്ങൾ കയറി ചോദിച്ചു. ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല തവണയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫംഗസ് രോഗങ്ങളെ കുറിച്ച് പറയാം. ഓക്കെ, ഇവിടെ കാണാം റിംഗ് വേം. റിംഗ് വേം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗം ബാധിച്ചവരിലൂടെയും സ്പർശനത്തിലൂടെയും മലിനമായ വസ്തുക്കളിലൂടെയും മൃഗങ്ങളിൽ നിന്ന് പകരുന്ന രോഗമാണ്. ലക്ഷണം വൃത്താകൃതിയിലുള്ള ചുവന്ന പാടുകളും ചൊറിച്ചിലും ഉണ്ടാകും. കാൻഡിഡിയാസിസ് നേരിട്ടുള്ള സമ്പർക്കം, വസ്തുക്കൾ പങ്കുവെക്കുന്നതിലൂടെ ലൈംഗിക ബന്ധം. അപ്പോൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയ രോഗം നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഗൊണേറിയ, സിഫിലിസ് എന്നിവയാണ്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള വൈറസ് രോഗം നമ്മൾ പഠിക്കുന്നുണ്ട്. അത് എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് എന്നിവയാണ്. അതുപോലെ സെക്ഷലി ട്രാൻസ്മിറ്റ് ആകുന്ന ഒരു ഫംഗസ് രോഗമാണ് എന്ന് പറയുന്നത് കാൻഡിഡിയാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, വായിൽ വെളുത്ത പാടുകൾ, ചൊറിച്ചിലുകൾ, ബാധിച്ചയിടത്ത് ചുവന്ന ചൊറിച്ചിലുണ്ടാകുന്ന പാടുകൾ, നിറം മങ്ങിയ കട്ടിയുള്ള നഖങ്ങൾ, ഇതൊക്കെയാണ് കാൻഡിഡിയാസിസിന് ലക്ഷണമായി വരുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ചോദിച്ചിരിക്കുന്നത് ഇവിടെ തന്നെയാണ്. നോക്കാം, റിംഗ് വേമിനും കാൻഡിഡിയാസിസിനും പൊതുവായുള്ള സവിശേഷത, രണ്ടും ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പൊ രണ്ടും ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. പക്ഷെ അവിടെ വീണ്ടും നമുക്ക് ധാരാളം ചോദ്യങ്ങളുണ്ട്. അപ്പൊ ആ പോർഷൻ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അടുത്ത് ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കെമിസ്ട്രിയിൽ പദാർത്ഥ സ്വഭാവം എന്ന ചാപ്റ്റർ. അപ്പോൾ ആ ചാപ്റ്റർ തന്നെയാണ് ഇതും വരുന്നത്. പ്രകൃതിദത്ത പോളിമറുകൾ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മനുഷ്യനിർമ്മിത പോളിമറുകൾ മറ്റൊരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. പ്രകൃതിദത്ത പോളിമറുകൾ നോക്കുകയാണെങ്കിൽ സെല്ലുലോസ്, സ്റ്റാർച്ച്, സ്വാഭാവിക റബ്ബർ എന്നിവയാണ് പ്രകൃതിദത്ത പോളിമറായിട്ട് വരുന്നത്. മനുഷ്യനിർമ്മിത പോളിമർ ആണെങ്കിൽ പോളിത്തീൻ, നൈലോൺ, ബേക്കലൈറ്റ്, PVC, കൃത്രിമ റബ്ബറുകൾ, ഇതൊക്കെയാണ് മനുഷ്യനിർമ്മിത പോളിമറുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആൻസർ ഏതാണ് കുട്ടികളെ? സെല്ലുലോസ് ആണ് ആൻസർ അല്ലെ. പ്രകൃതിദത്ത പോളിമർ സെല്ലുലോസ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചിരിക്കുക. നിങ്ങൾക്ക് വീണ്ടും ഇവിടെ നിന്നും ചോദ്യം വരും. ഓക്കെ, അടുത്ത് വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതെന്നാണ് ചോദ്യം. ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും. പ്രകൃതിദത്ത സൂചകങ്ങൾ അല്ലെങ്കിൽ ബയോ ഇൻഡിക്കേറ്റേഴ്സ്, അതാണ് ലൈക്കനുകൾ. ഈ ലൈക്കനുകളെ കുറിച്ച് ഒരുപാട് ഏരിയാസിൽ പറയുന്നുണ്ട്. ഓക്കെ, ഈ ലൈക്കനുകളെ കുറിച്ച് നമ്മുടെ ഇപ്പോൾ +1 ബയോളജിയിൽ ജൈവ വർഗീകരണം എന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പൊ ആ പറയുന്നതാണ് ഇത്. മലിനമായ അന്തരീക്ഷത്തിൽ ലൈക്കനുകൾ കാണപ്പെടുന്നില്ല എന്നതിനാൽ അവ മലിനീകരണ സൂചികകളാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അവിടെ പറയുന്നുണ്ട് കേട്ടോ. അതായത് മലിനമായ അന്തരീക്ഷത്തിൽ ലൈക്കനുകൾ കാണപ്പെടുന്നില്ല എന്നതിനാൽ അവ മലിനീകരണ സൂചികകളാണ്. ഓക്കെ, ഈ ചോദ്യം മുമ്പും ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്തിട്ടുള്ള ബയോളജി, സയൻസ് വീഡിയോസിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും കേട്ടോ. പാപ്പുവ ന്യൂഗിനിയയിലെ ഒരു മരത്തിന്റെ ഉപരിതലത്തിൽ 173 ഇനം ലൈക്കനുകളെ കണ്ടെത്തി. ഉഷ്ണമേഖലാ വനങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ജൈവ വൈവിധ്യത്തിന്റെ തോത് ഈ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നു. പാപ്പുവ ന്യൂഗിനിയയിലെ ഒരു മരത്തിന്റെ ഉപരിതലത്തിൽ 173 ഇനം ലൈക്കനുകളെ കണ്ടെത്തി. ഉഷ്ണമേഖലാ വനങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ജൈവ വൈവിധ്യത്തിന്റെ തോത് കണ്ടെത്താൻ ഇത് സഹായകമാകുന്നുണ്ട്. വീണ്ടും ലൈക്കനുകളെ കുറിച്ച് നമുക്ക് പറയുന്നുണ്ട്. ഇതൊക്കെ സ്കൂൾ ടെക്സ്റ്റിൽ നിന്നാണ്. ചില ആൽഗകളോ സയാനോ ബാക്ടീരിയകളോ ചില ഇനം ഫംഗസുകൾക്കുള്ളിൽ വസിക്കുന്നു. ഫംഗസ് ഘടനയും സംരക്ഷണവും നൽകുമ്പോഴാണ് ആൽഗകളോ സയാനോ ബാക്ടീരിയകളോ പ്രകാശ സംശ്ലേഷണത്തിലൂടെ 2 ജീവികൾക്കും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു. ഫംഗസ് ആൽഗ അല്ലെങ്കിൽ ഫംഗസ് സയാനോ ബാക്ടീരിയ ചേർന്നുള്ള സഹജീവനമാണ് ലൈക്കനുകൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. മനസ്സിലായ? ചില ആൽഗകളോ സയാനോ ബാക്ടീരിയകളോ ചില ഇനം ഫംഗസുകൾക്കുള്ളിൽ വസിക്കുന്നു. ഓക്കെ, അപ്പൊ അതേ തുടർന്ന് ഫംഗസ് ഘടനയും സംരക്ഷണവും നൽകുമ്പോൾ ആൽഗകളോ സയാനോ ബാക്ടീരിയകളോ പ്രകാശ സംശ്ലേഷണത്തിലൂടെ 2 ജീവികൾക്കും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു.
ഫംഗസ് ആൽഗ അല്ലെങ്കിൽ ഫംഗസ് സയാനോ ബാക്ടീരിയ ചേർന്നുള്ള സഹജീവനമാണ് ലൈക്കനുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവിടെ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു കുട്ടികളെ? അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞിരുന്നായിരുന്നല്ലോ, ലൈക്കനുകൾ എന്നുള്ള കാര്യം പറഞ്ഞിരുന്നായിരുന്നല്ലോ. ഓക്കെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത, മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണെന്നാണ് ചോദ്യം. അത് ബയോ റെമഡിയേഷൻ ആണ് അതിൻ്റെ ആൻസർ. ബയോ റെമഡിയേഷനും സ്കൂൾ ടെക്സ്റ്റിൽ തന്നെ ഉള്ളതാണ്. 10ാം ക്ലാസ് ബയോളജിയിൽ നിന്നുള്ളതാണ് ബയോ റെമഡിയേഷൻ. അപ്പൊ അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വന്യമൃഗ ട്രാക്കിംഗ് സെൻസറുകളെ കുറിച്ച് പറയുന്നുണ്ട്. വന്യമൃഗങ്ങളുടെ ചലനം, പെരുമാറ്റം, സ്ഥാനം എന്നിവ നിരീക്ഷിച്ച് സംരക്ഷണ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ വന്യജീവി സംരക്ഷകരെയും ഗവേഷകരെയും സഹായിക്കുന്ന മാർഗമാണ് വന്യമൃഗ ട്രാക്കിംഗ് സെൻസറുകൾ. അടുത്ത, ആഗോള ജൈവ വൈവിധ്യ ഡാറ്റ സെന്ററുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഉപഗ്രഹ റിമോട്ട് സെൻസിംഗ്, ശബ്ദ വിശകലനം, ക്യാമറ ട്രാപ്പുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന സാങ്കേതിക വിദ്യയെ പറയുന്ന പേരാണ് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഡേറ്റ സെൻസേഴ്സ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത്, ക്രയോ പ്രിസർവേഷനെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ താഴ്ന്ന താപനിലയിൽ, അതായത് -196°C ജീവനുള്ള കോശങ്ങളെയും കലകളെയും അവയവങ്ങളെയും സംരക്ഷിക്കുന്ന പ്രക്രിയ. അതായത് ഇനി നിങ്ങൾക്ക് ചോദ്യം വരാൻ പോകുന്നത് ഈ ക്രയോ പ്രിസർവേഷൻ ആയിരിക്കും കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ആ ഒരു ഏരിയ നിന്ന് ചോദ്യം വരും. മറ്റതൊക്കെ നമുക്ക് വായിച്ച ഓപ്ഷനിൽ കിട്ടും. ഈ ക്രയോ പ്രിസർവേഷൻ പഠിച്ചു വെച്ചോ, ചോദ്യം വരും. വളരെ താഴ്ന്ന താപനിലയിൽ -196°C ജീവനുള്ള കോശങ്ങളെയും കലകളെയും അവയവങ്ങളെയും സംരക്ഷിക്കുന്ന പ്രക്രിയയാണ് ക്രയോ പ്രിസർവേഷൻ. വൈദ്യശാസ്ത്രം, കൃഷി, ഗവേഷണം, അപ്പൊ ഏതൊക്കെ മേഖലയിൽ അത് ഉപയോഗപ്പെടുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രം, കൃഷി, ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ദീർഘകാല സംരക്ഷണത്തിനായിട്ട് ഇവ പ്രയോജനപ്പെടുത്തുന്നു. അപ്പൊ അവിടെ ചോദ്യമുണ്ട്, അത് പഠിച്ചോണം. അടുത്ത, ബയോ റെമഡിയേഷൻ. നമ്മളിതായിരുന്നു ചോദ്യം. മണ്ണ്, ജലം, വായു തുടങ്ങിയ മലിനമായ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്നു. ഇത് മാലിന്യങ്ങളെ ദോഷകരമല്ലാത്ത സംയുക്തങ്ങളാക്കി മാറ്റുന്നു. മണ്ണ്, ജലം, വായു തുടങ്ങിയ മലിനമായ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്നതിനെയാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചു വെച്ചോ. ഈ ക്രയോ പ്രിസർവേഷനും അതുപോലെ തന്നെ ബയോ റെമഡിയേഷനും നിങ്ങൾ ചോദ്യം വരും കേട്ടോ. അടുത്ത, മാരകമായ അമീബിക് മസ്തിഷ്ക ജ്വരം മലിനജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ഇത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ല, കാരണം ഒരുപാട് തവണയായി ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് ഏകദേശം 10ഓളം തവണ ഈ ചോദ്യം വന്നു കഴിഞ്ഞു അല്ലേ. നിഗ്ലേറിയ ഫൗലേറിയ ആണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം നിഗ്ലേറിയ ഫൗലേറിയ ആണ്. അപ്പൊ അതും എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ, നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഒന്നോ രണ്ടോ ഭാഗത്ത് പറയുന്നുണ്ട് കേട്ടോ. നിഗ്ലേറിയ ഫൗലേറി എന്ന അമീബയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്നത് എന്നുള്ള കാര്യം കൃത്യമായി പറയുന്നുണ്ട്. പഠിച്ചു വെച്ചോണം. ഈ പ്ലാസ്മോഡിയം വൈവാക്സ് നിങ്ങൾക്ക് അറിയോ? പ്ലാസ്മോഡിയം വൈവാക്സ് എന്തെന്നറിയോ? പ്ലാസ്മോഡിയം വൈവാക്സ് ഓക്കെ, മൈക്കോ ബാക്ടീരിയം എല്ലാവർക്കും അറിയാമായിരിക്കും. മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്, ക്ഷയം, മൈക്കോ ബാക്ടീരിയം ലെപ്രെ. മൈക്കോ ബാക്ടീരിയം ലെപ്രെ എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് കുഷ്ഠരോഗമാണ്. ലെപ്റ്റോസ്പൈറ എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയയാണ് ഏത്? ലെപ്റ്റോസ്പൈറ. പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് വയറുകടി. വയറുകടി ഒരു എന്താണ് കുട്ടികളെ, ഒരു പ്രോട്ടോസോൺ ഡിസീസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്ലാസ്മോഡിയം വൈവാക്സ് വയറുകടി അല്ലല്ലേ, മലമ്പനിയാണ്. എൻഡമീബ ഹിസ്റ്റോറ്റിക്കയാണ്. ഓക്കെ, പ്ലാസ്മോഡിയം വൈവാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മലേറിയ അല്ലെങ്കിൽ മലമ്പനിക്ക് കാരണമാകുന്ന പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം വൈവാക്സ്. പ്ലാസ്മോഡിയം വൈവാക്സ് ഉണ്ട്, പ്ലാസ്മോഡിയം ഫാൽസിപാരമുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തന്നെയാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത, ജീവകങ്ങളുടെ അഭാവത്താൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളുടെ ലക്ഷണങ്ങളിൽ ചിലതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈ ലക്ഷണങ്ങൾ ഏത് പോഷകങ്ങളുടെ കുറവിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കുട്ടികളിൽ എല്ലുകൾ വളയുക, മൃദുവാകുക, എളുപ്പത്തിൽ പൊട്ടലുകൾ ഉണ്ടാവുക. ഓക്കെ, വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ്.
പകൽ വെളിച്ചത്തിൽ സാധാരണ കാഴ്ച, മങ്ങിയ വെളിച്ചത്തിൽ അന്ധത. ഓക്കെ, നിശാന്തത വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ്. 1 ജീവകം ഡി, 2 ജീവകം എ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വൈറ്റമിൻ ഡിയും ബി കോംപ്ലക്സും എന്നൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിൻ ആണിത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമാവുകയോ മൃദുവായി മാറുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഭാഗത്തുനിന്നാണ് എന്ത് ചെയ്യുന്ന കുട്ടികളെ ചോദ്യം നമുക്ക് ആ ഒരു പോയിന്റ് ആയിട്ട് എടുത്തിട്ടിരിക്കുന്നത്. അടുത്ത്, നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സസ്. 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണ്. നമ്പരൊക്കെ പഠിച്ചോണം കേട്ടോ. 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണ് ബി കോംപ്ലക്സ്. ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. കോശത്തിന്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീ പ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണിത്. ധാരാളം ചോദ്യങ്ങൾ ഇനിയും ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. അതുപോലെ അവിടെ തന്നെ നമുക്ക് അപര്യാപ്ത രോഗങ്ങൾ പറയുന്നുണ്ട്. വിറ്റാമിൻ എയുടെ അപര്യാപ്തത, നിശാന്തത, വിറ്റാമിൻ ബി, ഇത് നിങ്ങൾ അധികം കാണാത്ത ഒരു സാധനമാണ്. ചോദ്യം കയറി വരും കേട്ടോ. അപ്പോഴും പറയണം ഇതൊക്കെ എവിടുന്നാ എന്തോന്ന്. ഓക്കെ, ഗ്ലോസിറ്റിസ് കേട്ടോ. ഗ്ലോസിറ്റിസ് അതായത് നമ്മുടെ നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്നതുമായ അവസ്ഥയാണ്. വൈറ്റമിൻ ബി കോംപ്ലക്സിന്റെ കുറവ് മൂലം വരുന്നതാണ്. വായ്പുണ്ട്, നമ്മുടെ വായിലൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വെളുത്ത ഭാഗമായിട്ട് വരത്തില്ലേ വായ്പുണ്ട്, അതൊക്കെ വൈറ്റമിൻ ബിയുടെ കുറവ് മൂലമാണ്. അടുത്ത വിറ്റാമിൻ സി, മോണയിൽ നിന്നുള്ള രക്തസ്രാവം, അതായത് സ്കർവി എന്ന് വെച്ചാൽ മോണയിൽ നിന്നുള്ള രക്തസ്രാവമാണ് സ്കർവി. ഓക്കെ, വൈറ്റമിൻ സി. വൈറ്റമിൻ ഡി കണ. ഓക്കെ, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. നിശാന്തതയുള്ള വ്യക്തികൾക്ക് രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ അല്ലേ? ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, ഇതൊക്കെ പഠിപ്പിച്ചപ്പോൾ എൻ്റെ കണ്ണ് മങ്ങുന്നുണ്ട് കേട്ടോ. കണ്ണാടി വെക്കാറായെന്നാണ് തോന്നുന്നത്. അടുത്ത, മനുഷ്യരിലെ രക്തപര്യനത്തെ സംബന്ധിച്ച് താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ്. ഹൃദയം, രക്തപര്യനം, അതുപോലെ നമ്മുടെ രക്തക്കുഴലുകൾ, അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. വലത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത്തെ ഏട്രിയത്തിൽ അവസാനിക്കുന്നതാണ് പൾമണറി പര്യനം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് അത് ആദ്യം കാണിച്ചില്ല എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. സ്കൂൾ ടെസ്റ്റ് തന്നെയാണ്. സ്കൂൾ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കത് പടം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൾമണറി പര്യനം, സിസ്റ്റമിക് പര്യനം. ഒക്കെ, അപ്പൊ പൾമണറി പര്യനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ശ്വാസകോശ ധമനി വഴി ശ്വാസകോശത്തിൽ, അതിൽ നിന്ന് ശ്വാസകോശ സിര വഴി നമുക്ക് ഇടത്തെ ഏട്രിയത്തിൽ വന്നിറങ്ങുന്നതാണ് പൾമണറി പര്യനം എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, പൾമണറി പര്യനം വരുന്നത് എവിടെയാണ്? വലത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത്തെ ഏട്രിയത്തിൽ അവസാനിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത സിസ്റ്റമിക് പര്യനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച്, ഇവിടെ വരുന്ന ഇടത്തെ വെൻട്രിക്കിളാണ്. ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ചിട്ട് മഹാധമനി വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ, പിന്നെ ഊർധ്വ മഹാസ്ഥിരയും അധോ മഹാസ്ഥിരയും വഴി നമ്മുടെ വലത്തെ ഏട്രിയത്തിൽ വന്നിറങ്ങും. ഓക്കെ, അതും അവിടെ കൊടുത്തിട്ടുണ്ട്. സിസ്റ്റമിക് പര്യനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് വലത്തെ ഏട്രിയത്തിലും അവസാനിക്കുന്നു. പൾമണറി പര്യനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത്തെ ഏട്രിയത്തിൽ അവസാനിക്കുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ 2 തവണ നമ്മുടെ രക്തം നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ, രക്തം ശുദ്ധീകരിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് നമുക്ക് ഡബിൾ സർക്കുലേഷൻ അല്ലെങ്കിൽ മനുഷ്യന്റെ രക്തപര്യനം, ദിപ്പര്യനം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ഹൃദയം, അതുപോലെ ഈ ബ്ലഡ് സർക്കുലേഷൻ, കാർഡിയാക് സൈക്കിള്, പിന്നെ ഈ പറയുന്ന നമ്മുടെ രക്തക്കുഴലുകൾ, അപ്പൊ അതൊക്കെ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, പോയി കണ്ടു നോക്കണം. ചാനലിൽ തന്നെ കിടപ്പുണ്ട്, സെർച്ച് ചെയ്ത് നോക്കിയാൽ.
ശ്വാസകോശധമനി സിസ്റ്റമിക് പരിഗണനത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. ശ്വാസകോശധമനി സിസ്റ്റമിക് പരിഗണനത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. നമ്മളിവിടെ നോക്കിയല്ലേ ആ പടം വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ശ്വാസകോശധമനി ഇവിടെ കാണാൻ കഴിയും. പൾമണറി പരിഗണനത്തിന്റെ ഭാഗമാണ്, സിസ്റ്റമിക് പരിഗണനത്തിന്റെ ഭാഗമല്ലല്ലേ. അപ്പൊ നമ്മൾ എന്താണ് കുട്ടികളെ, അത് തെറ്റാണ്. ഞാനിത് എടുത്തു പറയാൻ കാരണം ആ പടവും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ തെറ്റാണ്. അടുത്ത ഊർധ മഹാസിര സിസ്റ്റമിക് പരിഗണനത്തിന്റെ ഭാഗമാണ്. നമ്മൾ പഠിച്ചല്ലേ വേണ്ട, ഊർധ മഹാസിരയും അധോ മഹാസിരയും ഒക്കെ എന്താണ്, സിസ്റ്റമിക് പരിഗണനത്തിന്റെ ഭാഗമാണ്. സോ അതെന്താണ്, ശരിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒന്നാമത്തതും ശരിയാണ്, മൂന്നാമത്തതും ശരിയാണ്. ഓപ്ഷൻ ബി ആൻസർ വരുന്നു. 1, 3 എന്നിവ മാത്രം ശരി. ഓക്കെ, അപ്പൊ ഇത് പഠിക്കാനുണ്ട്, ഇതും പഠിക്കാനുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ആ ക്ലാസ്സുകൾ ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് വളരെയധികം യൂസ് ആകുന്നതാണ്. ഓക്കെ, അടുത്ത ഈ ധമനികള്, സിരകള്, ലോമികള് ഞാൻ റീസെന്റ് ആയിട്ട് ക്ലാസ് ഇട്ടതാണ്, അത് കാണുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നതാണ്. കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്നതുമായ രക്തക്കുഴലുകളാണ് ധമനികൾ. ശരിയാണ്. ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ളതും ഭിത്തിയുള്ളതും കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗത്തിലും രക്തം ഒഴുകുന്നതുമായ രക്തക്കുഴലുകളാണ് ഏത്, സിരകൾ. തെറ്റാണ്. ഒറ്റനിര കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ലോമികകളാണ്. കട്ടി കുറഞ്ഞ ഭിത്തിയുള്ളതും വാൽവുകൾ കാണപ്പെടുന്നതും ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നതുമായ കുഴലുകളാണ് ലോമികകൾ. തെറ്റാണ്. അതാരെ കുറിച്ചാണ്, സിരകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. അത് ശരിയാണ്. അപ്പൊ നമുക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ എയും ഡിയുമാണ് ആൻസർ. ഓപ്ഷൻ ഡി വരും. എയും ഡിയുമാണ് ആൻസർ. നിങ്ങൾ ആ ഒരു ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. നിങ്ങൾക്ക് ഞാൻ ഇമേജ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത പട്ടികയിൽ നൽകിയിട്ടുള്ളത്, എ പട്ടികയിൽ നൽകിയിട്ടുള്ളവയെ ബി പട്ടികയുമായി യോജിപ്പിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നാണ്. ഓക്കെ, ആമാശയം, വായ, പാൻക്രിയാസ്, കരള്, പിത്തരസം, പെപ്സിൻ, ട്രിപ്സിൻ, സലൈവറി, അമിലേസ്. ഈ ചോദ്യം വന്നിരിക്കുന്നത് ആ പിള്ളേർ ഇവിടെ നിന്നാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. ഈ ഒരു സാധനത്തിൽ നിന്നാണ് എടുത്തെന്തിയിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിലെ സലൈവറി അമിലേസിനെ കുറിച്ച് ഇവിടെ കാണാൻ കഴിയും. പിന്നെ നമ്മുടെ ആമാശയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കിവിടെ ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതുപോലെ തന്നെ പെപ്സിന്, അതുപോലെ ലിപ്പേസുകൾ, അതൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറുകുടലിലാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സുകൾ, അതുപോലെ പ്രോട്ടിയേസുകൾ ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട് ദഹനരസങ്ങളായിട്ട്. പിന്നെ നമ്മുടെ കരളിലാണെങ്കിൽ അവിടെ പിത്തരസത്തെ കുറിച്ച് കരളിൽ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പാൻക്രിയാസ് ആണെങ്കിൽ നമുക്കിവിടെ ട്രിപ്സിൻ, അതുപോലെ തന്നെ നമ്മുടെ പാൻക്രിയാറ്റിക് അമിലേസ്, പാൻക്രിയാറ്റിക് ലിപ്പേസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോകാൻ കാരണം ഇതിൻ്റെയും ക്ലാസ് ചാനലിലുണ്ട്. ഓക്കെ, നിങ്ങൾ ദഹനരസങ്ങളും സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകുകയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ആമാശയം ഏതാ കുട്ടികളെ? ആമാശയത്തിൽ വരുന്നത് ഏതാണ്? ഈ തന്നിരിക്കുന്നതിൽ ആമാശയത്തിൽ വരുന്നത് പെപ്സിനാണ്. വായിൽ വരുന്നത് സലൈവറി അമിലേസ് ആണ്. പാൻക്രിയാസിൽ വരുന്നത് ട്രിപ്സിൻ ആണ്. ഓക്കെ, കരളിൽ വരുന്നത് പിത്തരസമാണ്. അപ്പം 1 ഏത് വരുടാ? 1 നമുക്ക് ആമാശയം പെപ്സിൻ. 1 ക്യൂ വരും അല്ലേ? 1 ക്യൂ വരും. അടുത്ത 2 വായ സലൈവറി അമിലേസ് ആണ്. 2 നമുക്ക് എസ് വരും. 2 എസ് വരും. അടുത്ത 3 പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് ട്രിപ്സിൻ വരും. അപ്പൊ നമുക്ക് 3 6 വരും. 4 നമുക്ക് പി വരും അല്ലെ? 4 നമുക്ക് പി വരും. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ദഹനരസം സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ക്ലാസ് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അടുത്ത കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥ എന്നാണ്? കല്ലേൽ പൊക്കുടന്റെ ആത്മകഥയാണ്. കല്ലേൽ പൊക്കുടനെ കുറിച്ചും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ? ഈ പറയുന്ന സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പൊ അവിടെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ചൂട്ടാച്ചി അദ്ദേഹത്തിന്റെ കൃതിയാണ്. അപ്പൊ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് മുമ്പും PSC ചോദിച്ചിട്ടുണ്ട്, ഇനിയും നിങ്ങൾക്ക് ചോദിക്കും. ഓക്കെ, കൃതിയൊക്കെ പഠിച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറഞ്ഞാൽ കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശരി, അപ്പം കഴിഞ്ഞിട്ടുണ്ട്. ശരി, അപ്പം ഇനി ഇതുപോലത്തെ വീഡിയോസ് എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക കുട്ടികളെ കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.